നമസ്കാരം. പത്തനംതിട്ടയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ചൊല്ലി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തമ്മിലുണ്ടായ വാക്കേറ്റവും കയ്യാങ്കളിയും CPM-ന് വലിയ തലവേദന സമ്മാനിച്ചിരിക്കുകയാണ്. CPM സംസ്ഥാന നേതൃത്വം കടുത്ത നടപടിക്ക് ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. കടുത്ത നടപടിയിലേക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം പോയേക്കാം എന്നുള്ള ചില സൂചനകളും വരുന്നുണ്ട്. അതിനിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകളിൽ നിന്നും തന്നെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുൻ MLA ആയ A. പത്മകുമാർ പാർട്ടിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PB ഹർഷകുമാറും A. പത്മകുമാറും തമ്മിലാണ് കഴിഞ്ഞ ദിവസം വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായത്. തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം മോശമാണ് എന്ന വിമർശനത്തെ തുടർന്നായിരുന്നു ഈ തർക്കങ്ങളൊക്കെയും രൂപപ്പെട്ടത്. VN വാസവൻ ഇവിടുത്തെ സ്ഥിതിഗതികൾ നിലവിൽ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. 8-ാം തീയതി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിക്ക് അടൂർ വേദിയാക്കിയതും തർക്കത്തിന് കാരണങ്ങളിലൊന്നു തന്നെയാണ്. എന്തായാലും കയ്യാങ്കളി സംഭവം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PB ഹർഷകുമാർ നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ പത്തനംതിട്ട CPM-നുള്ളിലെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ആഭ്യന്തര തർക്കങ്ങൾ, അവിടുത്തെ ഗ്രൂപ്പിസം എല്ലാം തന്നെ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഈ തോമസ് ഐസക്കിന്റെ പ്രചരണം മോശമാണ് എന്നുള്ള ആരോപണം അടുത്തിടയ്ക്കല്ല, മറിച്ച് പ്രചരണം തുടങ്ങിയ സമയത്ത് തന്നെ കേട്ടുകൊണ്ടിരുന്ന ഒരു ആരോപണമായിരുന്നു. നമുക്കറിയാം, അണികൾക്കിടയിൽ പോലും ഇതേ ചൊല്ലി വലിയ തർക്കമുണ്ട്. ഈ പിണറായിയുടെ ആശീർവാദത്തോടു കൂടിയൊന്നുമല്ല ഐസക് പത്തനംതിട്ടയിലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാവുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും തോമസ് ഐസക്കിന് സീറ്റ് നിഷേധിച്ചിരുന്നു CPM. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തോമസ് ഐസക്കിനെ ഇറക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് കൂച്ചുവിലങ്ങിടാനാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ കൂടി ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. എന്തായാലും CPM-ന്റെ പത്തനംതിട്ടയിലെ തർക്കം ഏറ്റവും അധികം ഗുണം ചെയ്യാൻ പോകുന്നത് അനിൽ ആന്റണിക്കും അതിനോടൊപ്പം തന്നെ ആന്റോ ആന്റണിക്കുമായിരിക്കാം. നമുക്കറിയാം, നിലവിൽ CPM-ന്റെ അടിത്തട്ടിലുള്ള വോട്ടുകൾ BJP-യിലേക്ക് മറിയാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി പറയപ്പെടുന്നു. ഒരിക്കലും ആന്റോ ആന്റണിയെ അവർ പിന്താങ്ങില്ല, മറിച്ച് അവിടെ അടുത്ത ഓപ്ഷനായി ഉള്ളത് അനിൽ ആന്റണി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ആഭ്യന്തര തർക്കങ്ങളും ഈ ഗ്രൂപ്പിസവും എല്ലാം ഗുണം ചെയ്യുക BJP-ക്ക് ആയിരിക്കും എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിലവിൽ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം തന്നെയാണ്. അവിടെ തോമസ് ഐസക്കിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ഇത്രയധികം നീണ്ട തർക്കങ്ങൾക്ക് വഴിവെച്ചതും.